പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോക രാജ്യങ്ങളിൽ പോലും ദൈവമക്കൾ അതൊരു പഠന വിഷയമാക്കി മാറ്റി. അനേകർ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും കർത്താവ് യേശുക്രിസ്തു സ്നേഹിച്ച അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ യോഹന്നാൻ താൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ട ദർശനങ്ങളെ ഹല്ലേലൂയ നമുക്ക് ഈ സത്യവേദത്തിൽ വെളിപ്പെടുത്തുകയും സംഭവിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം യേശു യോഹന്നാനെ വെളിപ്പെടുത്തി നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ആത്മജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് നൽകുന്ന സത്യമായ ഒരു വേദ ഉപദേശമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ പ്രധാനമായി നമ്മൾ ചിന്തിച്ചത് യോഹന്നാൻ കണ്ട ദർശനമാണ്. എന്താണ്? സ്വർഗീയ ദർശനം. പ്രൈസ് ദി ലോർഡ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു സ്വർഗീയ ദർശനം ആവശ്യമാണ്. സ്വർഗീയ ദർശനമില്ലാത്തവരെല്ലാം പാപത്തിന്റെ അധീനതയിലൂടെ ജീവിച്ച് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി അവരുടെ അവസാനം നിത്യനരകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സ്വർഗീയ ദർശനം പ്രാപിച്ച ഒരു വ്യക്തി ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീഴാതെ അവരിപ്പോഴും സ്വർഗീയ ദർശനത്തിന് ഓഹരിക്കാരായി അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധിയോടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശ വരവിനായി ജീവിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. വാനാതി വാനങ്ങൾക്കപ്പുറത്തുള്ള നിത്യരാജ്യമായിരിക്കുന്ന സ്വർഗരാജ്യം. വനാതി വാനങ്ങൾക്കപ്പുറമാണ്. അവിടെയുള്ള രാജ്യം എന്ന് പറയുന്നത് നിത്യരാജ്യമാണ്. അത് സ്വർഗരാജ്യമാണ്. അവിടെ നമ്മുടെ സ്വർഗീയ പിതാവ് ഹല്ലേലൂയ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിനൊരു വാതിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായി. അപ്പൊ ഈ വാതിൽ എല്ലാവരുടെ മുമ്പിൽ തുറക്കത്തില്ല. സ്വർഗരാജ്യത്തിന്റെ വാതിൽ അങ്ങനെ തുറന്നിട്ടിരിക്കുന്നതുമല്ല. അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുമായിരുന്നെങ്കിൽ സകല ജനങ്ങളും അതിൽ പ്രവേശിച്ചേനെ. അതുകൊണ്ട് സകലർക്കും പ്രവേശിക്കുവാനുള്ളതല്ലാത്തത് കൊണ്ടും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനയാകുന്ന പ്രമാണമാകുന്ന സ്നാനം സ്വീകരിച്ച് അന്ത്യത്തോളം കഷ്ടതയിലൂടെ പ്രതിസന്ധിയിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമേ, അതുപോലെ തന്നെ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീരുന്നവർക്ക് വേണ്ടി മാത്രമേ ഈ സ്വർഗവാതിൽ ദൈവം തുറക്കത്തുള്ളൂ. ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അതായത് സമയത്ത് ഇവിടെ കർത്താവ് കാണുകയാണ്. അപ്പൊ മരിച്ച വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം സ്വർഗവാതിൽ തുറക്കും. രൂപാന്തരം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം സ്വർഗവാതിൽ തുറക്കും. ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന സ്തേഫാനോസിന് സ്വർഗവാതിൽ തുറന്നതുപോലെ അങ്ങനെയാണ് ദൈവം സ്വർഗവാതിൽ തുറക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും അങ്ങ് തുറന്നിട്ടിരിക്കുക അല്ലേ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലേ ചിലക്ക് ചിന്തയെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെങ്കിലും ജീവിച്ച് ഏതെല്ലാം ദൂർത്തടിച്ച് ജീവിച്ചിട്ട് ഏതെല്ലാം പാപ സ്വഭാവത്തിൽ ജീവിച്ചിട്ട് അങ്ങ് മരിച്ചാൽ ആത്മഹത്യ ചെയ്താൽ ഹല്ലേലൂയ എന്നിട്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലാം എന്നുള്ള ചിന്തയും അങ്ങനെയുള്ള പഠിപ്പിക്കലുകളും പല സമുദായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തെറ്റായ പഠിപ്പിക്കലാണ്. അങ്ങനെ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം സ്വർഗരാജ്യത്തിന് വാതിൽ വെച്ച് സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പത്രോസിനോട് യേശു സംസാരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പം താക്കോലിട്ട് പൂട്ടിയ വിധത്തിലൂടെ പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ കണ്ട ദർശനം വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ വാതിലെ കാണാൻ കഴിയും. പക്ഷെ ഇത് തുറക്കുവാനും അടയ്ക്കുവാനുള്ള അധികാരം യേശുവിന്. എപ്പോൾ അത് തുറക്കണമെന്നും ആർക്കു വേണ്ടി തുറക്കണമെന്നും ആര് ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്, മതത്തിന്റെ പദ്ധതിയല്ല, മതപുരോഹിതന്മാരുടെ തീരുമാനമല്ല. ആർക്കും അത് തുറക്കാൻ കഴിയത്തില്ല. അത് യേശുക്രിസ്തുവിന്റെ
പൂർണ്ണ അധികാരത്തിൽ കിടക്കുന്നതാണ്. രക്തം ചെയ്യും. അപ്പൊ ഈ വരാതെ വാനങ്ങൾക്കപ്പുറം ഒരു നിത്യമായ രാജ്യമുണ്ട്, സ്വർഗരാജ്യം. അതിന് വാതിലുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ പിതാവായ ദൈവം വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്കൊരു മധ്യസ്ഥ നിൽക്കുന്നു. അവിടെ അല്ലേലൂയ കോടാനുകോടി ദൂതന്മാരും വിശുദ്ധന്മാരും കെരൂബുകളും സറാഫുകളും അല്ലേലൂയ രാത്രിയും പകലും ഇല്ലാതെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാത്രിയൊന്നും പകലൊന്നുമില്ല, കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ അടയ്ക്കപ്പെട്ടപ്പോൾ, പത്മോസ് ദ്വീപിനെ കുറിച്ച് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേലൂയ. വനനിബിഡമായ പ്രദേശം. പണ്ടത്തെ കാലഘട്ടത്തിൽ നാടുകടത്തപ്പെട്ടവരുടെ അനവധി കൂനകൾ കൊണ്ട് നിറയപ്പെട്ട മൂങ്ങകളും അല്ലേലൂയ അതുപോലെ തന്നെ മറ്റ് അദൃശ്യമായ ശബ്ദങ്ങളും കാട്ടരുവികളുടെ ശബ്ദങ്ങൾ കൊണ്ടും ഒരുവിധം ഭയപ്പെടുത്തുന്ന അനുഭവമാണ് ഈ പത്മോസ്. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ അല്ലേലൂയ യോഹന്നാനോടായിരിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മളെ സ്വർഗവാതി അല്ലേലൂയ അവന്റെ മുമ്പിൽ തുറന്നത്. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ വിജനമായ ഭീകരതയുടെ നടുവിൽ ഭയപ്പെടുത്തുന്ന ശബ്ദകോലാഹലങ്ങൾ, മൂങ്ങകളും അതുപോലെ തന്നെ നത്തുകളും ഒക്കെ ഒച്ചയിട്ട് അസ്ഥികൂടങ്ങൾ നിറഞ്ഞു കിടക്കുന്ന പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവം കൊടുത്ത ദർശനമാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത്. അല്ലേലൂയ. മാത്രമല്ല പിതാവ് സ്നേഹപൂർവ്വം അവനെ നോക്കിയിട്ട് പറയുക, ഇവിടെ കയറി വരുവാൻ. അല്ലേലൂയ. യോഹന്നാനോട് പറയാണ്, യോഹന്നാനെ, പത്മോസിൽ നിന്നെ കൊണ്ടിട്ടതും പത്മോസിൽ നീ എത്തിയതും പത്മോസിന്റെ ഏകാന്തതയിൽ നീ അനുഭവിക്കുന്ന വേദനകളുമെല്ലാം ഞാൻ നിന്നിൽ അറിഞ്ഞു, ഞാനത് കണ്ടു, എനിക്കത് മനസ്സിലാകുന്നു. പക്ഷെ പത്മോസിന്റെ ഏകാന്തത നീ ഒറ്റയ്ക്കല്ല, തനിച്ചല്ല. ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു, ഇവിടെ കയറി വരിക. എന്തിനാണ് കയറി വരുന്നത്? മേലാൽ സംഭവിക്കുവാനുള്ള അല്ലേലൂയ കാര്യങ്ങളെ ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അത് നീ എഴുതി ഭൂമിയിലെ 7 സഭകൾക്കും കൊടുക്കണം. അല്ലേലൂയ. അപ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം അത് കാണും. അതുവരെ ഏകാന്തതയുടെ നടുവിൽ അടയ്ക്കപ്പെട്ട യോഹന്നാൻ വേറെ ഒരുപാട് ചിന്തകളുമായി കലങ്ങി മറിഞ്ഞു കാണാം. എന്നിരുന്നാലും സ്വർഗരാജ്യത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉപദ്രവങ്ങളും നിന്ദകളും ഒക്കെ കടന്നു വന്ന പത്മോസിന്റെ ഏകാന്തതയിൽ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കാരാഗ്രഹത്തിൽ തടവനുഭവിക്കുന്ന പോലെ നീയും ചില പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നെങ്കിൽ ഓർത്തോണം, ആമേൻ, ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. സ്വർഗം നിനക്ക് വേണ്ടി നിന്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ പോകുകയാണ്. യോഹന്നാൻ കേട്ടതുള്ള ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദത്തിന്റെ കാതുകളിൽ ദൈവം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ, നൊമ്പരത്തിന്റെ നടുവിൽ നീ ഭാരപ്പെട്ടു പോകരുത്. കർത്താവിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, ഒറ്റപ്പെട്ടിരിക്കുകയാണോ? സങ്കടമാണോ? കണ്ണുനീരാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ നിരാശയാണോ? നാളെ എന്ത് ചെയ്യും? ജീവിതം തകർന്ന തരിപ്പണമായി ലരിയ ഉറ്റവരും ഒക്കെ നിന്നെ വെറുത്ത്, സന്തത സഹചാരികൾക്ക് എന്നിൽ അകന്ന്, മുമ്പ് നിന്നെ സ്നേഹിച്ചവരും നിന്നോട് കൂടിയിരുന്നവരും നിന്റെ അരികിൽ വന്നിരുന്നവരൊക്കെ നിന്നെ വിട്ടു മാറി ഒരു ഫോൺ കോൾ പോലും നിന്നെ വിളിക്കാതെ ഒറ്റപ്പെട്ട് കരയുന്ന, ഹൃദയം തുറങ്ങുന്ന അനുഭവമാണോ? ഏകാന്തതയാണോ? യോഹന്നാനെ പോലെ ഭാരപ്പെടുന്ന സ്വർഗവാതിൽ ദൈവം നിനക്ക് തുറക്കാൻ പോവുകയാണ്. ദൈവം നിന്നോട് സംസാരിക്കാൻ പോവുകയാണ്. നിന്റെ ഭാരങ്ങളെ എല്ലാം മാറ്റിയിട്ട് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ശുശ്രൂഷകൾ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുക. വിശ്വസിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ ഈ ദൈവം അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടു പറയട്ടെ, നിന്റെ നിരാശകളെ മാറ്റിയിട്ട്, സങ്കടങ്ങളെ മാറ്റിയിട്ട്, ആമേൻ, നിന്റെ ശുശ്രൂഷയുടെ ഒരു വെളിപ്പാട് ദൈവം നിനക്ക് തരാൻ പോവുക. എല്ലാവരും ചിന്തിച്ചു കാണും, യേശുവിന്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തലനായിരുന്ന യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തിയത് കൊണ്ട് അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന്. അവന്റെ ശുശ്രൂഷ പര്യവസാനിച്ചു. അവനിനി ശുശ്രൂഷയില്ല. അവന്റെ യാത്രകൾ കൊണ്ട് ഇനി യേശുവിനെ വിളിച്ചു പറയില്ല, സുവിശേഷം വിളിച്ചു പറയില്ല.
എന്നേക്കുമായി കാലഹരണപ്പെട്ടു പോയതുപോലെ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കാലഹരണപ്പെട്ടു പോയെന്ന് വിശ്വസിച്ചവരും ചിന്തിച്ചവരും അങ്ങനെ ആലോചന കഴിച്ചവരുടെ ഒക്കെ നടുവിലേക്കാണ് കർത്താവിന്റെ സന്ദർശനം വന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, രോഗം കൊണ്ട്, ശാരീരികമായ ക്ഷീണം കൊണ്ട്, പ്രയാസം കൊണ്ട്, ഒറ്റപ്പെടുത്തൽ കൊണ്ട് നിന്റെ ശുശ്രൂഷയുടെ പര്യവസാനമായി നിന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പലരും നിനക്കെതിരെ വിധി എഴുതി നിനക്കിന്റെ മാർക്കിട്ട് നിൽക്കുമ്പോൾ യോഹന്നാൻ ഒരു പുതിയ ശുശ്രൂഷയുടെ അനുഭവത്തെ ദൈവം കൊടുത്തതുപോലെ നിനക്കും ചില ശുശ്രൂഷ പുതിയ അനുഭവത്തെ ദൈവം തരാൻ പോവുക. യോഹന്നാൻ ശുശ്രൂഷ അവസാനിക്കാത്തതുപോലെ നിന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ പേരിൽ ലോകം നിന്റെ ശുശ്രൂഷ മുമ്പിൽ ഉത്സവപ്പെട്ടപ്പോൾ ദൈവം അവിടുന്ന് ഒരു തുടക്കം ആരംഭിക്കുക. രക്തം ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവാത്മാവിന് നിന്നോട് പ്രത്യേക ആലോചന തരാനുണ്ട്. ഹല്ലേലൂയ. നിന്റെ തകർച്ചയിൽ സന്തോഷിക്കുന്നവർ കാണും, നിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ കാണും, നിന്റെ രോഗക്കിടക്കയിൽ നീ അറിയാതെ മാറി നിനക്കെതിരെ പിറുവിറുക്കുന്ന നിനക്കെതിരെ വിരോധാഭാസമായ വാക്കുകൾ പറയുന്നവർ കാണും. ഹല്ലേലൂയ. അതിന്റെ നടുവില് നീ ഭാരപ്പെടരുത്. കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്ത് നിന്റെ നരിയാണിയതയെ ഉറപ്പിച്ചിട്ട് കുളക്കരയിൽ 38 വർഷം രോഗം പിടിച്ചു കിടന്ന മനുഷ്യന്റെ ജീവിതം തകർന്നുവെന്ന മനുഷ്യന് തോന്നിയാലും, ലോകം അങ്ങനെ വിധി എഴുതിയാലും, ആ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അവനെ സൗഖ്യമാക്കിയത് യേശുവാണെന്ന് പറയത്തക്ക നിലയിൽ അവനിൽ കൂടെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ നീ കിടക്കയിലാണെങ്കിൽ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഇതവകൽ ആരെങ്കിലും രോഗത്തിൽ, ക്ഷീണത്തിൽ, ശുശ്രൂഷയിൽ നിന്ന് മടുത്ത് വിരമിച്ച് എന്ന പോലെ മാനസികമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ താഴ്ചയിൽ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ചില ആലോചനകൾ ദൈവം കൈമാറുക. ചില രോഗികളോട്, ചില നിരാശപ്പെട്ടിരിക്കുന്ന, പത്മോസിന്റെ ഏകാന്തതയിൽ അടയ്ക്കപ്പെട്ടു പോയവരെ പോലെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവം പറയുന്നത്, മേലാൾ സംഭവിപ്പാനുള്ള യോഹന്നാനെ കാണിച്ചു കൊടുത്തതുപോലെ ദൈവം നിനക്ക് ചില വെളിപ്പാടുകൾ നൽകാൻ പോവുക. രക്തക്ഷയം വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം കാണുമ്പോൾ അപ്പൊ ഈ സ്വർഗവാതിൽ തുറന്നിരിക്കുന്നു എന്നും ആ തുറക്കപ്പെട്ട സ്വർഗവാതിലുള്ള ദൈവശബ്ദം കേട്ടവര് ഏറെയുണ്ട്. അതിൽ ചില പ്രധാനികളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ കാതുകൾ എപ്പോഴും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ആകാംക്ഷയോടെ തുറന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാതുകൾ എപ്പോഴും ദൈവശബ്ദം കേൾക്കുവാനുള്ള ആകാംക്ഷയോടെ. പകൽ നിങ്ങൾക്ക് 12 മണിക്കൂർ തരുമ്പോൾ നിങ്ങളുടെ ജോലി ഭാരങ്ങളുടെ നടുവിൽ, ജോലി തിരക്കുകളുടെ നടുവിൽ, നിങ്ങൾ ഏത് മേഖലയിലാണോ കഠിനാധ്വാനം ചെയ്യുന്നത് അതിന്റെ നടുവിലും നിങ്ങളുടെ കാതുകൾ സ്വർഗശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കണം. പകലന്തിയോളം പണിയെടുത്തിട്ട് വൈകിട്ട് വീട്ടിൽ കടന്നു വന്ന് നീ വിശ്രമിക്കുമ്പോൾ നിന്റെ കിടക്കയിലായിരിക്കുമ്പോഴും നിന്റെ കാതുകൾ സ്വർഗത്തിലുള്ള ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഒരുക്കമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അത് യോഹന്നാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ ആളുകൾക്കില്ല. ഇന്നത്തെ ആളുകൾക്ക് പകൽ 12 മണിക്കൂർ മൊബൈൽ. ഹല്ലേലൂയ. രാത്രിയിലും 2 മണി, 3 മണി, 4 മണി വരെയും മൊബൈൽ. കാരണം ദൈവശബ്ദം കേൾക്കുവാൻ കാതുകൾ തുറക്കാത്ത നിലയിൽ ലോകത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പിശാച് പലരുടെയും കാതുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ ജോലി സ്ഥലത്തൊക്കെ പോയാലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ജോലിയുടെ ഇടയിലും സ്തോത്രം ഈ ഫോണാ. അടുക്കളയിൽ പണിയെടുക്കുന്ന സഹോദരിമാരെ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. എപ്പോഴും തോളിൽ ചെവിയിൽ ഇതും വെച്ചുകൊണ്ട് എപ്പോഴും പണിയെടുക്കുന്ന, റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സഹോദരിമാരെ കണ്ടില്ലേ? കുട്ടികളെ കണ്ടില്ലേ? 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇതിൽ നോക്കി സംസാരിക്കുക. ഹല്ലേലൂയ. ആണുങ്ങളെ കണ്ടില്ല, അവർ എപ്പോഴും ഇതിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളും അത് തന്നെ, കുട്ടികളും അത് തന്നെ. കാരണം ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ പിശാച് അവരുടെ കയ്യിൽ ഓരോ മൊബൈലും കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ മൊബൈൽ പിശാചെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റായി ചിന്തിക്കേണ്ട. കാരണം അത് നല്ലതിനും ഉപയോഗിക്കാം, മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇതിന്റെ ബന്ധുമിത്രാദികളെ കണ്ട് അവരെ നേരിട്ട് ഇന്ന് കാണാൻ കഴിയും. അവരോട് ഇതിന്റെ ആശയവിനിമയങ്ങൾക്ക് നടത്തി അവരുടെ ക്ഷേമങ്ങൾ ചോദിച്ച് നീ അടച്ചു വെക്കണം. അതുകൊണ്ട് നീ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുന്ന നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. സഭാരാധന നടക്കുന്ന സമയത്ത് വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നവർ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും. സഭാരാധന നടക്കുന്ന ശുശ്രൂഷകൻ എന്ത് ചെയ്യും? മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഫുൾപിറ്റിനകത്തും മൊബൈലിൽ നിന്ന് കളിക്കുന്ന, മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന, മൊബൈൽ വിളിക്കുന്ന അനവധി സഭാ നേതൃത്വത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരൊന്നും ദൈവശബ്ദം കേൾക്കുന്നവരല്ല. ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ അവിടെ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് ചെവി കൊടുക്കും, ദൈവാത്മാവ് സംസാരിക്കുന്നത് കേൾക്കും. പക്ഷേ അവരവിടെയും മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാന് സംഭവിച്ചില്ല.
പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ തനിക്ക് മൊബൈൽ വിളിക്കുവാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സംവിധാനമില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും കാതോർത്തിരുന്നു. അലിയ തന്നെ അമലിയ ലോകത്തിന് വിളിച്ച് വേറെ ശുശ്രൂഷ ഏൽപ്പിച്ച ആമി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന എണ്ണയിൽ നിന്നെ വിടുവിച്ച ദൈവം ആമി ഇന്ന് ഡൊമിഷൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണെങ്കിലും വല്ലുരിയ എന്നെ നാടുകടത്തിയെങ്കിൽ ഈ നാടുകടത്തിയ പത്മോസിന്റെ ഏകാന്തതയിലും വറച്ചട്ടിയിൽ നിന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ഈ പത്മോസിനെ വിടുവിക്കുന്ന ദൈവമുണ്ട്. എനിക്കുള്ള ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ ദൈവനോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ച യോഹന്നാനാണ് ദൈവശബ്ദം കേട്ട് സ്വർഗവാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. അല്ലെങ്കിൽ ഇവിടെ കയറി വരിക. അപ്പം കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാതുകൾ തുറന്നിരിക്കണം. ഹാനോക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അവൻ ദൈവത്തോടു കൂടെ സഞ്ചരിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-25 വരെ വാക്യങ്ങൾ. ആമിസോ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതൂശലേഹിനെ ജനിപ്പിച്ചു എന്നാ. ശേഷം ആമി പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന് സഞ്ചരിച്ചു. മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തോട് കൂടെ നടന്നവൻ, പത്മോസിന്റെ ഏകാന്തതയിലാണ് ദൈവത്തോട് കൂടെ നടക്കുന്നവൻ യോഹന്നാൻ. ഹല്ലേലൂയ. പ്രൈസ്. നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. എന്താണ്? നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പെട്ടകം പണിയുവാനുള്ള നിയോഗം നോഹയ്ക്ക് ദൈവം കൊടുത്തു. ഭൂമി മുഴുവൻ ശൂരന്മാരും മല്ലന്മാരും വീരന്മാരും വീരശൂര പരാക്രമികളും അധർമ്മികളും അധാർമികന്മാരും ഇന്നത്തെ പോലെ സകല അശുദ്ധിയിൽ നിറയപ്പെട്ട അനവധി ആളുകൾ അന്നും ലോകത്ത് നിറയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരുടെ നടുവിലും സംഭവിക്കാൻ പോകുന്ന അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അല്ലേലിയ ദിവസം അതുവരെ കാണാത്തവയെ കുറിച്ച് കാണാത്ത ഒരു അരുളപ്പാടുണ്ടായിട്ടെന്നാ. അപ്പൊ അതുവരെ നോഹ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നോഹയ്ക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നോഹയുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഓവയായി ദൈവം പറഞ്ഞൊരു പെട്ടകം പണിയാൻ. മലേറിയ. അപ്പം ദൈവത്തിന്റെ ശബ്ദം കേട്ട് സ്വർഗവാതിൽ തുറന്ന് ദൈവശബ്ദം കാതുകൾ തുറന്നിരുന്ന നോഹയും പ്രേസറോട്. അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ടല്ലോരിയ. മോശയുടെ ദൈവം അഭിമുഖമായി സംസാരിച്ചുവെന്ന് പുറപ്പാട് പുസ്തകം 33:15 കാണുന്നുണ്ട്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം സംസാരിച്ചു എന്നാ. ഇതൊക്കെ എന്തിനാണ് നമുക്ക് ഈ വചനമൊക്കെ വെളിപ്പെടുത്തി തരുന്നത്? അല്ലേറിയ സ്വർഗവാതിൽ തുറക്കുന്നത്, സ്വർഗവാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുവാനും ആ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേറിയ ഹാരൂക്കിനെ കുറിച്ചും യോഹയെക്കുറിച്ചും മോശയെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിപ്പാൻ കാരണമായത്. അല്ലേറിയ അപ്പം ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേറിയ ഇവിടെ പുറപ്പാട് പുസ്തകം 33:11 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അല്ലേറിയ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേറിയ ഒരുത്തൻ തന്റെ സ്നേഹിതരോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്ന് തന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാലികാരനെ കൂടാരത്തെ വിട്ടുപിരിയാതെ. അപ്പൊ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ കർത്താവിനോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ജീവിതത്തിൽ തളരരുത്, ഭാരപ്പെട്ടു പോകരുത്, സങ്കടപ്പെടരുത്. കണ്ണുനീരൊക്കെ ഉണ്ട്, വേദനകളും ദുഃഖങ്ങളുണ്ട്, ഞെരുക്കങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബാധ്യതയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ്. അല്ലേലിയ. ഒരുപാട് കടബാധ്യത. മരണം മാത്രം മതി, മരിച്ചാൽ മതി കർത്താവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ്, നീ തളരരുത് കേട്ടോ. അല്ലേലിയ. വാർദ്ധക്യ സജ്ജമായ അസുഖങ്ങളെ ഭാരപ്പെടുന്നില്ലേ നീ? ഡോക്ടർമാർ കൈവിട്ട ചില വിഷയങ്ങളില്ലേ, മരുന്നുകൾ ഫലിക്കാത്ത, എന്ന് ഞാൻ ഈ രോഗത്തിന് അടിമയാണോ എന്ന് ചോദിക്കുന്ന ചില സാഹചര്യങ്ങളില്ലേ? ദേശരാജ്യത്ത് ജോലിക്ക് കടന്നുകൊണ്ട് ജോലി കിട്ടാതെ സങ്കടപ്പെടുന്ന അനുഭവമില്ലേ? നിരാശയോടെ നീ കടന്നു പോകില്ലേ? ചെയ്ത ജോലിയുടെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നില്ലേ? മരുഭൂമി നീ കഷ്ടം സഹിക്കുകയല്ലേ? കുടുംബജീവിതത്തെ പ്രവേശിച്ച ഒരു കുടുംബജീവിതത്തെ സമാധാനമില്ലാത്ത അനുഭവമല്ലേ? അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന നിനക്ക് കിട്ടാതെ നീ സങ്കടപ്പെടുന്ന വ്യക്തിയല്ലേ? അല്ലേറിയ. എല്ലാവരുടെയും നിന്നയ്ക്ക് അപമാന പരിഹാസം നീ വിധേയപ്പെട്ട് കഴിയല്ലേ? മരണം മതി എന്നൊക്കെ നിന്റെ മനസ്സിലൂടെ പല തവണകൾ കടന്നു പോയിട്ടില്ലേ? ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, പക്ഷേ നിന്റെ മരണത്തെ ലോകം ആഗ്രഹിക്കുമ്പോൾ
പിശാച് നിന്റെ ജീവൻ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാന്റെ ജീവനെ പിശാച് എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് പറയുക, സ്വർഗം തുറന്നിട്ട് പറയുക, നീ ഇവിടെ കയറി വരിക, ലേരിയ. അതെ, നീ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് മുമ്പിൽ സ്വർഗം തുറക്കാൻ പോവുകയാണ്. പ്രൈസ്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും തക്ക സമയത്ത് പറഞ്ഞു വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ. സദസ്വാക്ക് 25:11 വായിക്കണം കേട്ടോ. അവിടെ ഇതിന്റെ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കരമടിച്ച് ദൈവത്തിൽ സ്തുതിക്കാമോ? ദൈവം നിനക്ക് വേണ്ടി സ്വർഗവാതിൽ തുറക്കും. അതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി മാത്രമാണ് സ്വർഗവാതിൽ തുറക്കുന്നത്. ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടിയല്ല സ്വർഗവാതിൽ തുറക്കുന്നത്. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടല്ല സ്വർഗവാതിൽ തുറക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടി? വീണ്ടും ഞാൻ ആവർത്തിക്കാം, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദൈവ സ്വർഗവാതിൽ തുറക്കുന്നത്. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു എന്ന് പറയുന്നത്. അല്ലേ, ഞാൻ മുമ്പ് ആവർത്തിച്ചു, എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. ഇവിടെ സ്വർഗത്തിനൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറയുമ്പോൾ ചരിത്ര പശ്ചാത്തലം എന്താണ്? അനന്തരം എന്നും വാക്കോടുകൂടി ഈ ഭാഗം ആരംഭിക്കുക. 1, 2 അല്ലെങ്കിൽ 3 അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം എന്നാണ് ഇതിന് സാരം. ഇനിയും അല്ലെങ്കിൽ രംഗം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറുക. സ്വർഗം തുറന്നിരിക്കുന്നതാണ് ഇവിടെ യോഹന്നാൻ കാണുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം സ്വർഗം തുറന്നെന്ന് പറഞ്ഞിട്ട് യെഹെസ്കേൽ പ്രവാചകനും കർത്താവിന്റെ സ്നാന സമയത്തും സേവാനുസ് രക്തസാക്ഷിയായി തീരുമ്പോഴും കാലാകാലങ്ങളിൽ തന്റെ വിശുദ്ധന്മാർക്ക് ദൈവം സ്വർഗം തുറന്നു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ, പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർക്ക്, അന്തിമസഭയിൽ ചിലർക്ക് ദൈവം സ്വർഗവാതിൽ തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ സ്വർഗവാതിൽ തുറക്കണമെങ്കിൽ നാം എത്രമാത്രം ഭയത്തോടെ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കണം. വിശുദ്ധിയിൽ നിൽക്കുന്നവന് മാത്രമേ സ്വർഗവാതിൽ തുറന്നിരിക്കുന്നത് കാണുവാനും ദൈവശബ്ദം കേൾക്കുവാനും കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം, യോഹന്നാൻ സ്തോത്രം സ്വർഗവാതിൽ തുറന്നിരിക്കുന്നത് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം യോഹന്നാൻ ആത്മാവിൽ വിവശനായി ആ ദൈവരാജ്യത്ത് പ്രവേശിച്ചതിന് സമാനമായ അനുഭവം യോഹന്നാൻ പ്രാപിച്ചതുവരെ അപ്പോസ്തലനായ പൗലോസും 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന് 1-2 വാക്യങ്ങൾ തുറന്നങ്ങോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് പറയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു എന്ന് അവിടെ പൗലോസ് പറയുക. ആ മനുഷ്യൻ ആരാണെന്ന് പൗലോസിനോട് ചോദിച്ച പൗലോസ് അതിന്റെ പൗലോസ് പറയാം, ആ മനുഷ്യൻ ഞാൻ തന്നെയായിരുന്നു. വേദപുസ്തക വാക്യം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ വരും വായിക്കുന്നത് പൗലോസ് തന്നെയാ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെടുന്നുണ്ട് പറയുക. എന്ന് പറഞ്ഞാൽ വെളിപ്പാടുകൾ ആധിക്യത്താൽ ഞാൻ അധികമായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിന് ശൂലം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവ സാത്താന്റെ ദൂതനെ തന്നെ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഹല്ലേലൂയ പൗലോസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്ന അതേ അനുഭവത്തിലൂടെ വേണം നമ്മുടെ ആത്മജീവിതം നയിപ്പാൻ. ഹല്ലേലൂയ. പൗലോസ് ശരീരത്തോട് ശരീരം കൂടാതെയോ പറുദീസയോടെ എടുക്കപ്പെട്ട് മനുഷ്യർക്ക് ആർക്കും ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്ത, മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ കഴിയാത്ത ഭാഷകൾ സ്വർഗരാജ്യത്തിൽ കേട്ടു എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഉള്ളത്തിൽ എന്ത് ആനന്ദം ഉണ്ടായി കാണും. ഹല്ലേലൂയ. പത്മോസിന്റെ കാരാഗ്രഹം എന്ന് പറഞ്ഞ പത്മോസിന്റെ ഏകാന്തതയിൽ എന്ന് പറഞ്ഞ കിടക്കുന്ന യോഹന്നാന്റെ ഉള്ളത്തിലത് സന്തോഷമായി ഉണ്ടായി കാണും. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ വളരെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കടന്നു പോകുന്ന സമയമാണ്. സാമ്പത്തികം ഒരുപാട് ഞെരുക്കമാണ്. നിങ്ങളെപ്പോഴും ഓർക്ക് ഈ സാമ്പത്തിക രംഗത്തെ കുറിച്ചാണ് ഈ ക്ലാസ് പറഞ്ഞത്. സാമ്പത്തിക കുളമുണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ.
അങ്ങനെ വളരെ ഭാരപ്പെട്ടു. കുറെ കാലങ്ങൾക്ക് മുമ്പാണ്, ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്താണ്. അങ്ങനെ സങ്കടപ്പെട്ട് ഞാനും എൻ്റെ വൈഫും കൂടെ വളരെ ഭാരപ്പെടുന്ന സമയമാണ്. അത് വൈഫ് ജീവനോടെ ഉണ്ട്. അല്ലേലിയ. എനിക്ക് തോന്നുന്നു 2008 9 ആണെന്ന് തോന്നുന്നു. അല്ലേലിയ. അങ്ങനെ രാത്രിയിൽ ഞാൻ പലതിനെക്കുറിച്ച് വിചാരപ്പെട്ടും മനം കടങ്ങി കിടക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവത്തിന് എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് ദൈവശബ്ദമാണെന്ന് മനസ്സിലായി. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ബോധം വന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ കിടക്കുന്ന എൻ്റെ വൈഫിനെ നോക്കി. അവൾ എന്നോടൊപ്പം കിടന്നുറങ്ങുന്നുണ്ട്. ഞാനത് കഴിഞ്ഞ് അവളോട് ആ സംഭവം പറഞ്ഞു. രാത്രിയിലൂടെ കർത്താവ് സംസാരിച്ചു. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് യേശുവിൽ പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, നമ്മൾ ദൈവശബ്ദം കേൾക്കണം കേട്ടോ. ദൈവശബ്ദം കേൾക്കണം. ഈ ദൈവശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ വചനത്തിലൂടെ കേൾക്കണം. ദൈവവചനത്തിലൂടെ പ്രവാചകനും പറയുന്നത് ദൈവവചനത്തിലൂടെ ആയിരിക്കണം. പലരും ദൈവശബ്ദം പറയാറുണ്ട്, ദൈവശബ്ദം പലരെ അറിയിക്കാറുണ്ട്. യാതൊരു വചനാടിസ്ഥാനമില്ലാതെ ദൈവത്തിനോട് സംസാരിക്കുന്നു പറയുന്ന അനവധി പ്രവാചക ശുശ്രൂഷകൾ കണ്ടിട്ടില്ലേ? ദൈവശബ്ദം കേൾക്കുന്ന പ്രവചന ശുശ്രൂഷയാണെങ്കിൽ പോലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അത് സംസാരിക്കാൻ. എങ്കിലേ കേൾക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ആ വചനം പ്രായോഗികമായി വരത്തുള്ളൂ. രക്തം ചെയ്യും. പ്രൈസോ. അപ്പം കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടും. ഞാൻ ആ വചനം ഏറ്റെടുത്തു. നിരന്തോറും ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ആ വചനം ഇന്ന് എന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മെ ദൈവം അനാഥനായി വിടത്തില്ല. യോഹന്നാനെ പത്മോസ് നിന്നെ അനാഥനായി വിടത്തില്ല. ലേഡിയ, നീ അനാഥനാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നീ അനാഥനല്ല എന്ന് നിനക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സ്വർഗവാതിൽ നിനക്ക് മുമ്പിൽ തുറന്നത്. അല്ലേരി, നീ സ്വർഗത്തിലേക്ക് നോക്ക്. ഇവിടെ ഇവിടെ നിനക്ക് സുഖസൗകര്യമായ, നിനക്ക് സന്തോഷത്തിന് അടിസ്ഥാനപരമായ എല്ലാ സംവിധാനങ്ങളും എല്ലാ ക്രമീകരണങ്ങളും സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നീ കയറി വന്ന് മേലെ സംഭവിപ്പാൻ പോകുന്ന ചില കാര്യങ്ങൾ, എന്റെ വെളിപ്പാടുകൾ നിനക്ക് തന്ന് അത് ഭൂമിയിലുള്ള സകല ജനത്തിനും വരുവാൻ പോകുന്ന കാലഘട്ടത്തിൽ ഭാവി സംഭവിക്കാനുള്ള സകല കാര്യങ്ങളും മറനീക്കി കാണിച്ചു കൊടുക്കുവാൻ ഞാൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കാൻ പോവുകയാണ്. അല്ലേരി, അതെ സ്നേഹിത, മേലാൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ മറനീക്കി കാണിക്കുവാൻ ചില ശക്തമായ ദൂതുകൾ ദൈവം നിന്നിലൂടെ ലോകത്തോട് കൈമാറുവാൻ, സഭയോട്, ദൈവമക്കളോട്, നിന്റെ സഹചാരികളോട്, സുഹൃത്തുക്കളോട്, നിന്റെ കൂട്ടുകാരോട്, നിന്റെ സ്നേഹിതരുടെ അയൽവാസികളോട്, നിന്റെ ദേശത്തോട്, നിന്റെ ഭരണ സംവിധാനങ്ങളോട്, ലോക രാജ്യങ്ങളോട് ചില ദൂതുകൾ കൈമാറാൻ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസലോ. നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം കേട്ടോ. സ്വർഗം നിനക്ക് മുമ്പിൽ തുറക്കുന്ന ദിവസങ്ങളായി നാളുകൾ. നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ ഇരുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്തോത്രമില് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇവിടെ 2-ാം വാക്യത്തിൽ പറയുന്ന പൗലോസ് 2-ാം വാക്യത്തിൽ പറയുന്ന ക്രിസ്തുവിനുള്ള ഒരു മനുഷ്യൻ പൗലോസ് തന്നെയാണെന്ന് അതിന് 7-ാം വാക്യത്തിൽ തെളിയുന്നുണ്ട്. അപ്പോൾ സ്തോത്രം അപ്പോസ്തലപ്രവൃത്തി 14:19 പൗലോസിനേറ്റ കല്ലേറിൽ താൻ മരിച്ചു എന്ന ജനക്കൂട്ടം വിധിയെഴുതിയതാണ്. ഇവിടെ പറയുന്ന സംഭവം ഗലാത്യലേഖനം 2:1 മറ്റും തനിക്കുണ്ടായ ദർശനങ്ങളുടെ ബന്ധത്തിൽ പർദീസയിൽ എടുക്കപ്പെട്ട ഒരു അനുഭവം ആത്മാവിൽ ഉണ്ടായതാണ് എന്ന് ആണ് വേദപണ്ഡിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നതാണ് നല്ലതെന്നാണ് ചരിത്ര പശ്ചാത്തലം. അപ്പൊ പൗലോസിനെ കർത്താവ് ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി അവനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു ദർശനം അവന് മുഖാന്തരമായിരുന്നു. അല്ലേലിയ. ദമസ്കോസ് പടിക്കൽ വെച്ച് പൗലോസിനെ സന്ദർശിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച പൗലോസ് ഒരുപാട് കഷ്ടതയിലൂടെ, നിന്ദയിലൂടെ, അപമാനത്തിൽ, പീഡനത്തിലൂടെ, കാരാഗ്രഹത്തിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അതിന്റെ നടുവിൽ അവൻ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ, തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി പൗലോസിന് ഒരു ദർശനം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പൗലോസിനെ 3 സ്വർഗത്തോളം പർദീസയോടെ എടുത്തത് എന്ന് പറയുന്നത്. അല്ലേലിയ. എങ്കിലും അല്ലേലിയ സ്തോത്രം. സ്തോത്രം വചനം വായിക്കുമ്പോൾ ഏലിയാവും ഹാനോക്കും എടുക്കപ്പെട്ടവരെങ്കിലും ഏത് നിലയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഏലിയാവും ഹാനോക്കും ഒക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ ഏത് നിലയിലാണെന്ന് അറിയത്തില്ല. പക്ഷെ പൗലോസിനെ എടുക്കപ്പെട്ടപ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞു, അല്ലേലിയ, നീ 3 സ്വർഗത്തോടെ എടുക്കപ്പെട്ടു. യോഹന്നോട് നിന്നോട് പറഞ്ഞു, ഇവിടെ കയറി വരിക.
ഹല്ലേലൂയ. അതെ, നിനക്കുള്ള ശുശ്രൂഷയെ ദൈവം നിനക്ക് മാത്രമേ വെളിപ്പെടുത്തത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കരുത്. ആത്മജീവിതത്തിൽ, പ്രാർത്ഥന ജീവിതത്തിൽ നിങ്ങൾ കയറി വരണം. യോഹന്നാനോട് പറഞ്ഞ പോലെ കർത്താവ് നിങ്ങൾ ഇവിടെ കയറി വരിക. ഹല്ലേലൂയ. നിങ്ങൾ കടന്നു പോകുന്ന മേഖലയിൽ പോയി ഇരിക്കരുത്. ഹല്ലേലൂയ. ലോകക്കാരോട് കൂടെ നീ ഇരിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1-ാം സംഗീതം 1-ാം വാക്യം എഴുതി വെച്ചത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ ഇരിക്കാതെ. ഹല്ലേലൂയ. പാപികളുടെ വഴി നിൽക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പിടത്ത് ഇരിക്കാതെയും യോഹന്നാനെ ഇവിടെ കയറുക എന്ന യോഹന്നാൻ ഒരു വിഷയം കേട്ട് കാണും. ഇവിടെ കയറുകയെന്ന് കേട്ടും ഞാൻ 1-ാം സംഘത്തെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നിന്നോട് പറയുന്ന ദൂത്, എന്നെ കേൾക്കുന്ന സഹോദര സൂരി, ദൈവാത്മാവിനോട് പറയുന്ന ദൂത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസത്തിൽ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നീ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കയറി വേണം. വചന ധ്യാനത്തിലേക്ക് കയറി വേണം. ലോകത്തിൽ നീ സടകുടഞ്ഞ് എഴുന്നേറ്റ് ദൈവസഭയ്ക്കകത്ത് കയറി വരണം. നീ എഴുന്നേറ്റ് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറി വന്ന് ദൈവത്തോട് ചേർന്നിരിക്കണം. ലോകത്തോട് ചേർന്നിരിപ്പാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ദൈവത്തോട് ചേർന്ന്. അതുകൊണ്ടാണ് ആസാവ് പറഞ്ഞത്, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ. 73-ാം സംഗീതം 24-ാം വാക്യമാണ് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അവിടെയാണ് തോന്നുന്നു ദൈവത്തോട് അടുത്തിരിക്കുന്നത്. പത്മോസിന്റെ ഏകാന്തതയിലായിരുന്നെങ്കിലും ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു അനുഭവം യോഹന്നാൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒരുപാട് പീഡയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയ പൗലോസും ദൈവത്തോടു കൂടെ അടുത്തിരുന്ന് ഞാൻ വിശ്വസിക്കുക. കേബാർ നദീതീരത്ത് യഹസ്കേൽ ദൈവത്തോട് അടുത്തിരുന്ന് ഞാൻ വിശ്വസിക്കുക. ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന സേവാനോസ് കല്ലേറ് മേടിക്കുമ്പോഴും അവൻ ദൈവത്തോട് അടുത്തിരുന്ന് വിശ്വസിക്കുക. 300 വർഷം 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കും പ്രളയത്തെ നേടുവാൻ പെട്ടകം പണി ഏറ്റെടുത്ത നോഹയൊക്കെ ദൈവത്തോട് ചേർന്നിരുന്നു ചിന്തിക്കുക. നോഹയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നോഹ നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ അന്നത്തെ ദുഷ്ടന്മാരും പാപികളും പരിഹാസ ആ കൂട്ടത്തിലെങ്ങും നോഹ ഇരുന്നില്ല. താനും തന്റെ കുടുംബം ദൈവത്തോട് ചേർന്നിരുന്നു. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, ഈ ലോകത്തോട് നീ ചേർന്നിരിക്കരുത്, പാപികളോട് നീ ചേർന്നിരിക്കരുത്, പരിഹാസത്തോട് ചേർന്നിരിക്കരുത്, മദ്യപാനികളോട് ചേർന്നിരിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗികളോട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നീ ചേർന്നിരിക്കരുത്. ഇവിടെ ജനികന്മാരോട്, വെറുക്കൂത്തുകാരോട് നീ ചേർന്നിരിക്കും. ഇവിടെ രാഷ്ട്രീയക്കാരോട് നീ ചേർന്നിരിക്കരുത്. തീവ്രവാദികളും ഭീകരവാദികളും മതവാദികളോട് നീ ചേർന്നിരിക്കരുത്. നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരോടും സകല അശുദ്ധ ജീവിതം നയിക്കുന്നവരോട് നീ ചേർന്നിരിക്കരുത്. യോഹന്നാനോട് കർത്താവ് ഇവിടെ കയറി വരിക. നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് നീ കയറുക, ആരാധന മുറിയിലേക്ക് കയറുക. നീ അവിടെ സങ്കീർത്തനങ്ങളെ സ്തുതികളാലും നീ ദൈവത്തെ മഹത്വപ്പെടുത്ത. കർത്താവിന് ഇതിനോട് സംസാരിപ്പാനുണ്ട്. രക്തം ചെയ്യും. ഇന്ന് പലരും ദുഷ്ടന്റെയും പാപിയുടെയും പരിഹാസത്തിന്റെ ഇരിപ്പിടത്തിലാണ്. സ്തോത്രം. കർത്താവ് അനുവദിക്കുന്നില്ല. യോഹന്നാന് കൊടുത്തതുപോലെ ചില ദർശനങ്ങൾ തരുവാൻ, മേലെ സംഭവിക്കാനുള്ള ചില കാര്യങ്ങൾ കാണിച്ചു തരുവാൻ, അത് ലോകത്തിന് മറന്നേക്ക് കൊടുക്കാൻ ദൈവം നിന്നെ ലോകത്തിന് വിളിച്ചു വേർതിരിച്ചെങ്കിലും എന്ന് നീ ലോകത്തിലല്ലേ. ഹല്ലേലൂയ. അവിശ്വാസികളോട് നീ ഇരിക്കരുത്, വ്യഭിചാരികളോട് നീ ഇരിക്കരുത്. പലരും വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട് വ്യഭിചാരത്തിൽ അകപ്പെട്ട് പലരും വ്യഭിചാരികളോട് ചേർന്ന് അവിടെ കിടക്ക പങ്കിടുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ വ്യഭിചാരം പരസ്യമായി മാറി. വ്യഭിചാരത്തിന് എല്ലാ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. പരസ്യമായി വ്യഭിചരിക്കുന്ന അനവധി സംഭവങ്ങൾ, പരസ്യമായി വ്യഭിചാരശാലകൾ. ഹല്ലേലൂയ. എന്ത് വേണ്ട, അങ്ങനെ എല്ലാ അശുദ്ധിയും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും കള്ളന്മാരും കുള്ളന്മാരും ഭീകരവാദിന്മാർ കൊള്ളക്കാരും കൊട്ടേഷൻ സംഘടനകളൊക്കെ വളർന്ന് പെരുകുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. നീ അവരോടൊന്നും കൂടെ ഇരിക്കരുതെന്ന. ഹല്ലേലൂയ. അവരോടൊന്നും കൂടെ ഇരിക്കരുത്. കൊള്ള പലിശക്കാരോട് കൂടി നീ ഇരിക്കരുത്. ഹല്ലേലൂയ. നീ നിന്റെ പ്രാർത്ഥന മുള്ളിൽ കയറുക. ഈശ്വരോ, നിന്റെ ഭവനത്തിനകത്തെ മദ്യം വിളമ്പ് നീ മാറ്റിക്കളയണം. നിന്റെ ഭവനം ശൂന്യമായി മാറും. ഹല്ലേലൂയ. നീ അതൊക്കെ മാറ്റി ദൈവത്തിലേക്ക് വരുവാൻ. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് ആത്മജീവിതത്തിൽ, പ്രാർത്ഥന ജീവിതത്തിലേക്ക് കയറി വരണം. അനുദിനവും മുന്നേറിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രാർത്ഥന ജീവിതത്തിൽ ദൈവവചനം വായിച്ചും ധ്യാനിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഉയരങ്ങളിലേക്ക് അല്ലേ നിങ്ങൾ പോകുന്നൊരു അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്,
ആമേൻ. നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പെന്ന് പറഞ്ഞത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. നിങ്ങൾ ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളത് ചിന്തിച്ച് നിന്റെ ജീവിതം നിരാശപ്പെടുത്തി കളയരുത്. ഉയരത്തിലുള്ള ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഉയരത്തിലേക്ക് കാരണം പ്രാർത്ഥന, അഭിഷേകത്തിൽ നിങ്ങൾ നിറയപ്പെട്ടുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം. വീടുകൾ തോറും നുണ പറഞ്ഞു പോയിരിക്കരുത്. സഭകൾ തോറും നുണ പറയരുത്. ദൈവദാസന്മാർ ഭവനങ്ങൾ പോലും സ്ഥലങ്ങളിൽ ഭവനങ്ങൾ പോലും കയറിയിറങ്ങി നുണ പറയരുത്. വിശ്വാസികൾ ഭവനത്തോറും കയറിയിറങ്ങി മറ്റു കൂട്ടുവിശ്വാസം നുണ പറയരുത്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നീ ഭിന്നത ഉണ്ടാക്കരുത്. സഭയ്ക്കകത്ത് നീ വിദ്വേഷം ഉണ്ടാക്കരുത്. സഭയ്ക്കകത്ത് നീ പ്രശ്നക്കാരനായി മാറരുത്. കുടുംബത്തിൽ നീ പ്രശ്നക്കാരനായി മാറരുത്. ജോലി സ്ഥലത്ത് നീ പ്രശ്നക്കാരനായി മാറരുത്. അങ്ങനെയുള്ള പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികൾ ഏർപ്പെടുത്തി ഇരിക്കാതെ ഇവിടെ കയറി വരിക എന്ന് കർത്താവ് പറയുക. പ്രാർത്ഥന മുറിയിലേക്ക് അഭിഷേകത്താൽ നീ ഉയരങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ ഉയരട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിന് ഞാൻ എന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനമായിട്ടായിരിക്കും നമുക്ക് ബന്ധം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, എന്തുകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഉയർച്ച വരാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ കഷ്ടം മാറാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ഭാരം മാറാത്തത്? നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് നീ ലോകത്തിന്റെ ഇരിപ്പിടത്ത് നീ വിടാതെ, നീ കർത്താവിനോട് ചേർന്നിരിക്കാതെ ലോകത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിന്റെ നന്മകൾ തടസ്സപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, മടങ്ങുക. ആശ്ചര്യമായി കയറി വരുന്ന അനുഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഏലിയാവ് അഗ്നിരഥപ്പുറത്ത് കയറി ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞ അഗ്നിമയ രഥങ്ങളോടുകൂടെ അവൻ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് നമ്മൾ വേദപുസ്തകം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്വർഗാരോഹണം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 1:9 വായിക്കുന്നുണ്ട്. അപ്പോൾ ഗലീല പുരുഷന്മാർ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത, സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പോയതുപോലെ മടങ്ങി വരുമെന്ന് ദൂതന്മാർ സംസാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് 24 സങ്കീർത്തനം പറയുന്നത്, വാതിലുകളിൽ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. ഹല്ലേലൂയ. 24 സങ്കീർത്തനം എന്താ പറയുക? വാതിലുകളിൽ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. ഹല്ലേലൂയ. വാതിലുകളിൽ നിങ്ങൾ തലകളെ ഉയർത്തും, പണ്ടയുള്ള കഥകളെ ഉയർന്നിരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാണ് ബലവാനും വീരനുമായ യഹോവ. യുദ്ധവീരന യഹോവ തന്നെ. വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വീണ്ടും നമ്മൾ വായിക്കുക, അവിടെ പറയാണ്, മഹത്വത്തിന്റെ രാജാവാണ് സൈന്യങ്ങളെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. അതെ, നിങ്ങളുടെ തലകളെ ഉയർത്തണം. ഹൃദയവാതിൽ നീ തുറക്കണം. ഹല്ലേലൂയ. ഹൃദയവാതിൽ തുറന്ന് നിന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ, ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് യേശുവിന്റെ സാന്നിധ്യം വരണം. നിന്റെ ആത്മാവിൽ നീ ദൈവവിളി കേൾക്കുവാൻ, അഭിഷേകത്താൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തട്ടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉത്സാഹിപ്പിക്കണം. അതിന് പല വാതിലുകൾ നിങ്ങൾക്ക് കഥകളും തടസ്സമാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിപ്പാൻ തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ പ്രശംസകൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ പണം, നിങ്ങളുടെ ഞാനെന്നുള്ള ഭാവം, നിങ്ങളുടെ സ്വയം ചിന്തകൾ, നിങ്ങളുടെ അഹന്തകൾ, എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ളത് മാറ്റിക്കളയണം. നിന്റെ പാപ സ്വഭാവങ്ങളെ മാറ്റണം. പാപ സ്വഭാവങ്ങളെ, മദ്യപാനം, വെറുക്കൂത്ത് എന്നുവേണ്ട സകല അശുദ്ധിയിൽ നിന്നും ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ പ്രവേശിപ്പാൻ കഴിയാതെ കൊണ്ട് നിന്റെ ഹൃദയവാതിൽ അടച്ചിരിക്കുന്ന ലോകത്തിന്റെ പാപങ്ങളെ, ലോകത്തിന്റെ പാപചിന്തകളെ മുഴുവൻ നീ നീക്കിക്കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വസിക്കുന്ന നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കണം. വെളിപ്പാട് പുസ്തകം 3:7, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും അവൻ എന്നോട് ഞാൻ അവനോട് കൂടെ താഴം കഴിക്കുമെന്ന് അവിടെ. ഹല്ലേലൂയ. അതെന്തിന്റെ ഹൃദയവാതിൽ യേശു വന്ന് മുട്ടുകയാ. യോഹന്നാനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞതുപോലെ ആ ദൈവശബ്ദം കേൾക്കുവാൻ മാതാവി പിതാവി നിനക്ക് കഴിയുന്നുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് നോക്കിയ കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന എത്ര പേര് എടുക്കപ്പെടും. വിശ്വാസി എന്ന പേര് പറഞ്ഞ് വിശ്വാസത്തിന്റെ പട്ടം ചമഞ്ഞുകൊണ്ട്, വിശ്വാസി എന്ന മറ്റുള്ള മുമ്പിൽ ധരിപ്പിച്ചുകൊണ്ട്, ഞായറാഴ്ചകളും പള്ളിയിൽ പോയത് കൊണ്ടോ ആരാധിച്ചത് കൊണ്ടോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട്
2 ലേഖനം 7:1 ആമീൻ. ജഡത്തിലെ ആത്മ സകല കൺമശുദ്ധിക്കും ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തെ പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മ പ്രസാദം പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് തുട്ടന്റെ പാപിയുടെ പരിഹാസ ഇരിപ്പിടം മാറ്റിവെച്ചിട്ട് യോഹന്നാനെ പോലെ പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം നിനക്കുണ്ടാകണം. അല്ലേലിയ. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങുക. രക്തം ചെയ്യും ദൈവത്തിനെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് ഞാൻ ആദ്യം പറഞ്ഞു ചില ദർശനങ്ങളെ ദൈവം തരാൻ ആഗ്രഹിക്കുക. ആമി സ്തോത്രം. എന്റെ കഷ്ടതയുടെ നടുവിൽ അലിയ ആമി സ്തോത്രം അലിയ ആമി ഗദരദേശത്തെ ഭൂതഗസ്ഥൻ നമുക്കറിയാം. ദൈവം ഒരു സൗഖ്യം കൊടുത്തു. അവൻ പറഞ്ഞു, ഞാനും നിന്നോട് പോട്ടെ. അവനെ അനുവദിക്കാതെ യേശു പറഞ്ഞു, നീ നിന്റെ നാട്ടിൽ പോയി, തെക്കപ്പുരി നാട്ടിൽ അല്ലരിയ, അവിടെ ചെന്ന് ഞാൻ നിനക്ക് ചെയ്തതിൽ അവരോട് വിവരിക്കണം, പറയണം. അവന്റെ നാട്ടിൽ ചെന്ന് തെക്കപ്പുരി നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ആ യേശുവിന് ചെയ്തതിനെ കുറിച്ച് അവൻ വെളിപ്പെടുത്താൻ തുടങ്ങി. അതെ, നീ കർത്താവിന് ദർശനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തെ നീ ഭൂമിയിൽ ഉയർത്തുവാൻ കർത്താവ് നിന്റെ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. നീ ഒരു അപ്പോസ്തലനെ ദൈവം നിയമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു പ്രവാചകനായി ദൈവം നിയമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു സുവിശേഷകനായി, ഒരു ഇടയന ഉപദേഷ്ടാവായി ദൈവം നിനക്ക് ചില കൃപാവരങ്ങളെ തന്നുകൊണ്ട് ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, യോഹന്നാൻ കേട്ടതുപോലെ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുവാൻ വേണ്ടി മറ്റുള്ള എല്ലാ ചിന്തകളും വെടിഞ്ഞ് കർത്താവിലേക്ക് ഇതിനെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വായിച്ച വചനം എന്താണ്? ലേലിയ വെളിപ്പാട് പുസ്തകം ലേലിയ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണല്ലോ. ലേലിയ അനന്തരം ലേലിയ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലെ സംഭവിപ്പാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് കൽപ്പിച്ചു. അതെ, ഇന്ന് യേശുവിനെ സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ വരവിന് മുമ്പേ നിന്നിലൂടെ ദൈവം ചെയ്തിരിപ്പാണ് ആ മഹനീയമായി ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാൻ നീ ഇന്ന് പകൽ നിന്റെ എന്തോ ഹൃദയവാദം തുറന്നു കൊടുക്കുന്നെങ്കിൽ അതോടുകൂടെ അതിന്റെ സകല കഷ്ടങ്ങളും മാറും. കണ്ണടച്ചാട്ട് നിന്റെ കണ്ണുനീരിന് ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്ത എന്റെ സ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ കർത്താവ് 145 കോടി ജനത്തിനായി, 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾക്കകത്ത് വസിക്കുന്ന ജനത്തിനായി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, ഭരണാധിപന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനം ഐശ്വര്യത്തിൽ ബാലികകുമാരി യുവനത്തിൽ വാർത്തകത്തിന് അനുഭവത്തിലുള്ള യാചോട്ടന ചോട്ട യുദ്ധ തറവിലായിരിക്കുന്നതിനും മദ്യത്തിന് മൈകുലഹരി അടുപ്പെട്ട് ദുഷ്ടനോട് പാവിയുടെ പരിഹാസം ചേർന്ന് ഈ ലോകത്തെ സകല താമന്യം വ്യഭിചാരത്തിലും പിടിച്ചുപറിയും മോഷണത്തിലും തീവ്രവാദ ഭീകര വർഗം ജഗപ്പെട്ട് കിടക്കുന്ന കൊള്ളപ്പലിശ വാങ്ങി അതിൽ തോണ്ടി സമൂഹത്തെ സഭയിൽ പ്രശംസിക്കുന്ന കർത്താവ് പിന്മാറ്റക്കാരായിരിക്കുന്ന സകല കർത്താവ് മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ എല്ലാ ഫറദോഷ പാർട്ടികളെയും സകല ശുദ്ധികൾ മടങ്ങി വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യരാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവി ആമി കുടിലോട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന സകല ജനത്തെയും നിങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ രംഗത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വരുവാൻ രോഗക്കിടക്കിലായിരിക്കുന്നു, മരണാസിലായിരിക്കും കടക്കിടയിലൂടെ കടന്നു പോകുന്നവർ, ശക്തി നേടുന്നവർ, കർത്താവെ സങ്കടപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന അനവധി ആളുകൾ, മരണം മതി എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ചില ജീവിതങ്ങൾ, പത്മോസിന്റെ ഏകാന്ത യോഹന്നാൻ അകപ്പെട്ടതുപോലെ, അങ്ങനെ തടവിൽ അകപ്പെട്ട പോലെ ജീവിതത്തിൽ കടന്നു പോകുന്ന കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടവർ, കർത്താവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന നൊമ്പരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മോചനം യോഹന്നാന് കൊടുത്തപ്പോൾ ചില ദർശനം കൊടുത്ത് ഒരു ആത്മാവിൽ നിറയ്ക്കണമേ. കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷിയായി നിൽപ്പാൻ കർത്താവിന്റെ വരെ വിഴുക്കുള്ളവരെ തിരുവചനത്തെ വിടുക്കണമേ. തലമുറയെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ പാപത്തിൽ വശീകരണത്തിൽ പോകാതെ മദ്യമോ ലോബികൾക്കും മയക്കുമരുന്ന് ലോബികൾക്കും ആമെ അടിമയായി മാറാതെ കർത്താവിന്റെ തലമുറയെല്ലാം വിടിവിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവിയുടെ ദൈവമേ, കർത്താവ് അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.